ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച് ചരിത്രം എഴുതിയിരിക്കുകയാണ് രോഹിത് ശർമ്മ. ഫൈനലിൽ ന്യൂസിലൻഡിനെ ഇന്ത്യ കീഴടക്കുമ്പോൾ കളിയിലെ കേമനായതും രോഹിതാണ്. 76 റൺസായിരുന്നു ഫൈനലിൽ ഇന്ത്യൻ നായകന്റെ സമ്പാദ്യം. നായകനെന്ന നിലയിൽ ടൂർണമെന്റിൽ രോഹിത് തിളങ്ങിയിരുന്നു. ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ടീം ഓഫ് ദി ടൂർണമെന്റിനെ മുൻ ഇന്ത്യൻ താരം അശ്വിൻ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. എന്നാൽ ഇക്കൂട്ടത്തിൽ രോഹിത് ശർമ്മയില്ല. 4 ഇന്ത്യൻ താരങ്ങളെ ഈ ടീമിൽ അശ്വിൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസിലൻഡ് താരം രജിൻ രവീന്ദ്രയും ഇംഗ്ലണ്ടിന്റെ ബെൻഡക്കറ്റുമാണ് അശ്വിൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിലെ ടീം ഓഫ് ദി ടൂർണമെന്റിന്റെ ഓപ്പണർമാർ. ടൂർണമെന്റിലെ മികച്ച താരമായി തെരഞ്ഞെടുക്കപ്പെട്ട രജിൻ 4 കളികളിൽ 263 റൺസാണ് നേടിയത്. ഡക്കറ്റ് ആവട്ടെ 227 റൺസ് സ്കോർ ചെയ്തു. വിരാട് കോഹ്ലിയാണ് ഈ ടീമിന്റെ 3-ാം നമ്പറിൽ. പാകിസ്ഥാനും ഓസ്ട്രേലിയയ്ക്കും എതിരായ മത്സരങ്ങളിൽ ഇന്ത്യയുടെ വിജയശില്പിയായിരുന്നു കോഹ്ലി. 243 റൺസ് നേടി ടൂർണമെന്റിൽ കിടിലൻ പ്രകടനം കാഴ്ചവെച്ച ശ്രേയസ് അയ്യർക്കും അശ്വിന്റെ ടീമിൽ ഇടമുണ്ട്. കോഹ്ലിക്കും ശ്രേയസിനും പുറമെ ഈ ടീമിലുള്ള മറ്റ് 2 ഇന്ത്യൻ താരങ്ങൾ സ്പിന്നർമാരായ വരുൺ ചക്രവർത്തിയും കുൽദീപ് യാദവുമാണ്. ടൂർണമെന്റിൽ 9 വിക്കറ്റുകളാണ് വരുൺ വീഴ്ത്തിയത്. കുൽദീപ് യാദവ് ആകട്ടെ 7 വിക്കറ്റുകൾ പിഴുതു. ന്യൂസിലൻഡിൽ നിന്ന് 3 താരങ്ങളാണ് ഈ ടീമിൽ. മൈക്കൽ ബ്രസൽ, മാറ്റ് ഹെൻറി എന്നിവർ ആദ്യ 11ലും മിച്ചൽ സാൻഡർ 12ാമനുമായിട്ടുണ്ട്. ഇവർക്ക് പുറമെ ദക്ഷിണാഫ്രിക്കൻ താരം ഡേവിഡ് മില്ലർ, അഫ്ഗാനിസ്ഥാൻ താരം അസ്മത്തുള്ള ഒമസായ്, ഓസ്ട്രേലിയൻ താരം ജോഷ് ഇംഗ്ലീഷ് എന്നിവർക്കും ഈ ടീമിൽ ഇടമുണ്ട്. മുൻപ് ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ പ്രഖ്യാപിച്ച സമയത്ത് അശ്വിൻ വിമർശനം ഉന്നയിച്ചിരുന്നു. പ്രൊവിഷണൽ സ്ക്വാഡിൽ 2 പ്രധാന മാറ്റങ്ങൾ വരുത്തിയാണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ടീമിനെ തെരഞ്ഞെടുത്തത്. പരിക്കിന്റെ പിടിയിലുള്ള ജസ്പ്രീത് ബുംറയെയും യശസ്വി ജയ്സ്വാളിനെയും ടീമിൽ നിന്ന് ഒഴിവാക്കിയ ഇന്ത്യ പകരം ഹർഷിത് റാണയെയും വരുൺ ചക്രവർത്തിയെയും ടീമിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. വരുണിനെ കൂടി ടീമിലേക്ക് വിളിച്ചതോടെ സ്ക്വാഡിലെ സ്പിന്നർമാരുടെ എണ്ണം 5 ആയി ഉയർന്നിരുന്നു. വരുണിന് പുറമെ കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവരായിരുന്നു ഇന്ത്യയുടെ ചാമ്പ്യൻസ് ട്രോഫി ടീമിലെ സ്പിന്നർമാർ. 5 സ്പിന്നർമാരുമായി ചാമ്പ്യൻസ് ട്രോഫിക്ക് പോകാനുള്ള ഇന്ത്യൻ ടീമിന്റെ നീക്കത്തിനെയാണ് അശ്വിൻ സംശയിച്ചത്. 3-4 സ്പിന്നർമാരെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നത് മനസ്സിലാക്കാമെന്നും എന്നാൽ ദുബായിൽ 5 സ്പിന്നർമാരുടെ ആവശ്യം എന്താണ് എന്നുമാണ് അന്ന് അശ്വിൻ ചോദിച്ചത്. അക്സർ പട്ടേലും രവീന്ദ്ര ജഡേജയും കുൽദീപ് യാദവും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയുടെ പ്ലേയിങ് 11ൽ ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയ അശ്വിൻ വരുൺ ചക്രവർത്തിക്ക് ടീമിൽ എങ്ങനെ ഇടം നൽകുമെന്നും ചോദിച്ചിരുന്നു. ദുബായിൽ സ്പിന്നർമാർക്ക് അത്ര പിന്തുണ ലഭിക്കുമോ എന്ന സംശയം ഉണ്ടായിരുന്ന അശ്വിൻ ഇന്ത്യയുടെ സ്ക്വാഡിൽ താൻ അസ്വസ്ഥനാണെന്നും തുറന്നു പറഞ്ഞിരുന്നു. ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡിൽ കൂടുതൽ സ്പിന്നർമാരെ ഉൾപ്പെടുത്തിയ ടീം ഇന്ത്യയുടെ നീക്കം ആരാധകരുടെയും നെറ്റി ചുളിപ്പിച്ചിരുന്നു. 5 സ്പിന്നർമാരുടെ ആവശ്യം ടീമിൽ ഇല്ലെന്നും ഇന്ത്യയുടെ ടീം സെലക്ഷനിൽ സംഭവിച്ച അബദ്ധമാണ് ഇതെന്നുമാണ് നേരത്തെ ആരാധകർ അഭിപ്രായപ്പെടുകയും ചെയ്തത്. എന്തായാലും ഈ വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ച് ടീം ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്.